ഇരിക്കുന്ന കണ്ടോ എന്താന്നാ കണ്ടിട്ട് മെല്ലെ മനസ്സിലായോ? അരിയും ചക്കയും പോർക്കും കടച്ചക്കയും കൂടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പകുതി എടുത്ത് നമുക്ക് പോർക്ക് ചേർത്ത് കറിയാക്കാം. പോർക്കും ഒപ്പം കടച്ചക്കയും ഏതാണ്ട് രണ്ടും ഒപ്പം എടുത്തിരിക്കുന്ന കറി വയ്ക്കും. അപ്പോൾ പോർക്ക് നമുക്കൊന്ന് ഇച്ചിരി മഞ്ഞളും മുളകും തിരുമ്പി വയ്ക്കും. ഉപ്പും ചേർത്ത് ഇതൊരു 10-15 മിനിറ്റ് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ആ സമയത്തിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, ഒരൽപ്പം തേങ്ങ, സവോള. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഒരൽപ്പം ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പില, തേങ്ങാക്കൊത്തും സവോള. ഉപ്പ്. വഴന്ന് വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം കുരുമുളകും കൂടെ ചേർക്കാം. കുക്കർ അടച്ച് ഒരു വിസിലടിപ്പിക്കാം. വിസിലടിച്ചു. നമുക്ക് ഓഫാക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഇവിടെ ഫ്രിഡ്ജിലിരുന്ന പാലായിരുന്നു, അതുകൊണ്ട് 2 പ്രാവശ്യം പിഴിഞ്ഞിട്ടുണ്ട്. പാലല്ല, ഫ്രിഡ്ജിലിരുന്ന തേങ്ങയായിരുന്നു, കൊണ്ട് രണ്ടാമത്തേതും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് ഒന്നുകൂടെ അടിച്ചെടുത്തോണ്ട് വന്നാൽ അതും കൂടെ പിഴിഞ്ഞങ്ങ് ഒഴിക്കാം. ഇപ്പോഴാണ് തേങ്ങാപ്പാലിൻ്റെ കളർ വന്നത്. പിന്നെ ഗരം മസാല കുറവാണെങ്കിൽ ചേർക്കാം. ഇത് ചക്കയുടെ കൂടെ കൂട്ടാനാണ് കേട്ടോ, അരിയും ചക്കയുടെ കൂടെ. അതുകൊണ്ട് ഒത്തിരി ചോറിനും കൂട്ടുന്ന പോലെയുള്ള ഒത്തിരി മസാലയും ഒന്നും വേണ്ട. അവസാനം ഒരു ശകലം ഗരം മസാലയും കൂടി ചേർത്ത് കുരുമുളക് പൊടി വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഗരം മസാല ചേർത്തു, അല്പം കുരുമുളക് പൊടിയും ചേർത്തു. നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കി. അത്യാവശ്യം എല്ലാ ടേസ്റ്റും ഉണ്ട്. നമുക്ക് തീ ഓഫാക്കാം. അടുത്ത് ആണ് നമ്മുടെ കടച്ചക്കയും പോർക്കും കൂടെ കറി വെച്ചത്. ഇനി നമുക്ക് ചക്ക വേവിച്ച് അതും കൂടെ കൂട്ടി കഴിക്കാം. ഇത് കണ്ടോ, നല്ല മൂത്ത് പഴുക്കാറായ ചക്കയാണ്. ഇതിനെ നമുക്ക് അരിഞ്ഞ് വേവിച്ച് പോർക്കും കടച്ചക്കയും കൂടെ കറി വെച്ചതും കൂട്ടി കഴിക്കാം. ഇന്ന് ചക്ക കീന്തിരിക്കുന്നതിനൊരു വ്യത്യാസം കണ്ടോ. ഇന്ന് കീന്തുമല്ല ചെയ്തേ, അരിയുമാണ് ചെയ്തേ. വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തേ. എത്ര കനം കുറച്ച് അരിയാവോ അത്രയും നല്ലതാണ്. നമുക്ക് വേണ്ടിടത്തോളം കുറച്ച് ചക്ക നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്ത ചക്ക കുക്കറിലാക്കി. അതിൻ്റെ അടിയിൽ കുറച്ച് തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പാകത്തിന് ഉപ്പെടുത്തു. കുറച്ച് വെള്ളം. മഴക്കാലമല്ലേ, ജൂൺ മാസമാണ്.
നിങ്ങളുടെ കയ്യിലേക്ക് വീഡിയോ എത്തുമ്പോഴത്തേനും ജൂലൈ ആവുമായിരിക്കും കേട്ടോ. അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് വെച്ചു. കൂടുതൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കും കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് തീരെ കുറച്ച് 2 പേർക്കുള്ള ചക്കയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അടിയിൽ ഒരു അല്പം തേങ്ങ ഇട്ടിട്ടുണ്ട്, മുകളിലും തേങ്ങ ഇട്ടു, ഉപ്പും ഇട്ടു. നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് തീ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം പറ്റണം, വെന്ത് പോയാലും കുഴപ്പമില്ല, കുഴച്ചെടുക്കാനാണ് ചക്കയാണ്. വെള്ളം നന്നായിട്ട് പറ്റണം, അതുകൊണ്ടാണ് തീരെ കുറച്ച് വെള്ളം ഒഴിച്ചത്. പിന്നെ മഴയൊക്കെ പെയ്ത് ജൂൺ മാസമായില്ലേ, അപ്പോൾ ചക്കയ്ക്ക് നന്നായിട്ട് വെള്ളമുണ്ട്. മൂത്ത് പോയ ചക്കയാണ് അരിഞ്ഞ് വേവിക്കുന്നത്, അപ്പോൾ ആ ചക്കയ്ക്കകത്ത് നല്ല വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. വിസിലടിക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് വെള്ളം പറ്റി വളരണം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ടും വെള്ളം ഒന്നും നമ്മൾ കാര്യമായിട്ട് ഒഴിക്കാത്തതുകൊണ്ട് വെള്ളമൊന്നുമില്ല. ഉണ്ടോ, വെള്ളം നന്നായിട്ട് വെള്ളമൊക്കെ ഉള്ളതായിരുന്നല്ലോ. ചക്കയ്ക്ക് നല്ല വെള്ളമുള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നല്ലപോലെ വീർത്തിരുന്നതായതുകൊണ്ട് കുറച്ചൊന്ന് ചക്ക അങ്ങോട്ട് അവിഞ്ഞു. നമുക്കൊരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ഇടാതെ തീർത്തിക്കാം അല്ലേ, നോക്കാം. ഉണ്ട്. നമുക്കിനി ഈ മഞ്ഞൾ ചേർക്കാത്ത ചക്കയൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം. മൂത്ത് വഴുക്കാറായ ചക്കയ്ക്ക് പിന്നെ മഞ്ഞളിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ അടിയിലും തേങ്ങയിട്ട് മുകളിലും തേങ്ങയിട്ട് തേങ്ങ അധികമായി തോന്നുന്നു. കീന്തി വേവിക്കുന്ന ചക്കയ്ക്കാണെങ്കിൽ എത്ര തേങ്ങ ഇട്ടാലും അധികമാകില്ല. അതേസമയം അരിഞ്ഞ് വേവിക്കുന്ന ചക്കയ്ക്ക് തേങ്ങ കുറച്ച് മതി. തേങ്ങ, ഉപ്പ്, കറിവേപ്പില, ഇത് മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. എത്ര കുഴയ്ക്കാവോ അത്രയും കുഴയ്ക്കുന്നതിന് നല്ലതാണ്. അങ്ങ് കുഴയട്ടെ അല്ലേ. നമുക്ക് കടച്ചക്കയും പോർക്കും കൂട്ടി കഴിക്കാം. അരപ്പിനും അരിയുന്നതിനും വ്യത്യാസമുണ്ട് ഈ ചക്കയ്ക്ക്. നമുക്കിനി ചക്ക വിളമ്പാം. ഇത് വിളമ്പുന്നതിനുണ്ടൊരു പ്രത്യേകത. ഇതിൻ്റെ നടുക്ക് നമ്മൾ നല്ലൊരു കുഴി അങ്ങ് കുഴിക്കും. പണ്ടൊക്കെ ഇലയിലായിരുന്നു ഇങ്ങനെ ചക്ക ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. ഇല കീറി, അതിൻ്റെ വാഴയില കീറിയിട്ട് ചക്ക വിളമ്പി അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് എന്ത് കറിയാണെങ്കിലും, ചിലപ്പോൾ ചമ്മന്തിച്ചാറായിരിക്കും, ചിലപ്പം വേറെ മുരിങ്ങയില ചാറായിരിക്കും. എന്തായാലും
എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ടി കറി വിളമ്പും. ഇതിനിപ്പോൾ ചാറ് കുറവാണ്, ഒരു ചട്ടിക്കകത്തുനിന്ന് ഇച്ചിരി ചാറും കൂടെ ഒഴിക്കും. ഇങ്ങനെയാണ് അരിയൻ ചക്ക വേവിച്ച് വിളമ്പുന്നത്. നമുക്ക് ഈ ചക്കയുടെ നടുക്കൊരു നല്ല കുഴി ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ പോർക്കും കടച്ചക്കയും കൂടെ ഇല്ല, കടച്ചക്ക അങ്ങ് വെന്ത് അലിഞ്ഞു. കണ്ടോ? നമുക്കിനി ഒരിച്ചിരി കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ ലൈറ്റായിട്ട് ഉണ്ടാക്കി അതും കൂട്ടി ഇതൊരു പിടി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് വേറെ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.